ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ റിലേഷൻ ഫങ്ഷൻസിൽ 5 ക്ലാസ് കഴിഞ്ഞു. ഏകദേശം 2 ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻ എന്താണെന്ന് പഠിച്ചു, ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തന്നത്, ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. സോ എന്താണ് ഈ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റീകളക്ട് ചെയ്താൽ 2 ഫംഗ്ഷനെ കൂടെ ചേർത്ത് ഒരു ഫംഗ്ഷനായിട്ട് എഴുതുന്നതിനെയാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ലെറ്റ് എഫ് ആണ് ഒരു ഫംഗ്ഷൻ. അത് 2, 3, 4, 5 എന്ന സെറ്റിൽ നിന്നും 3, 4, 5, 9 എന്ന മറ്റൊരു സെറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഫംഗ്ഷന് ജി 3, 4, 5, 9 തൊട്ട് 7, 11, 15 അങ്ങനെ 2 ഫംഗ്ഷൻസ് എടുത്തിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഫ് പ്രീ ഇമേജും ഓർഡേഡ് പേരായിട്ട് വന്നു. ഇതിന് ഇങ്ങനെയും എഴുതാം. അതായത് എഫ് എന്ന ഫംഗ്ഷനിൽ 2 എന്നൊരു പ്രീ ഇമേജ് കൊടുത്താൽ കിട്ടുന്നതാണ് 3. അതേപോലെ എഫിൽ 3 എന്ന പ്രീ ഇമേജ് കൊടുത്താൽ ഇമേജായിട്ട് കിട്ടുന്നത് 4. എഫിൽ 4 എന്ന പ്രീ ഇമേജ് കൊടുത്താൽ കിട്ടുന്നത് 5. സോ ഇത് ഇനിയൊരു രീതി ഓഫ് റെപ്രസെൻറ്റേഷനാണ്. പ്രീ ഇമേജിനെ വേറെ രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഓർഡേഡ് പേരായിട്ട് എഴുതുക. സോ അതേപോലെ ജിയുടെയും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ എന്നോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ജി സർക്കിൾ എഫ്. ജി സർക്കിൾ എഫ് എക്സിസ്റ്റ് ആവുമോ എന്ന് നോക്കാം. ജി സർക്കിൾ എഫ് എക്സിസ്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? എഫ്. ഇതിൻ്റെ കോഡൊമൈനും രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ജിയുടെ ഡൊമൈനും സെയിം ആണ്. എഫിൻ്റെ കോഡൊമൈൻ ഏതാണെന്ന് നോക്കി, 3, 4, 5, 9. ജിയുടെ ഡൊമൈൻ ഏതാ? 3, 4, 5, 9. ഈക്വൽ ആയതുകൊണ്ട്, സെയിം ആയതുകൊണ്ട് നമുക്ക് കോമ്പോസിഷൻ എഴുതാൻ പറ്റും. കാരണം കോമ്പോസിഷന് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഫംഗ്ഷൻ്റെ കോഡൊമൈനും രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡൊമൈനും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് കോമ്പോസിഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ആണ്, അതിൻ്റെ കോഡൊമൈൻ 3, 4, 5, 9. രണ്ടാമത്തെ ഫംഗ്ഷൻ ജി ആണ്, അതിൻ്റെ ഡൊമൈൻ 3, 4, 5, 9 സെയിം ആയതുകൊണ്ട് കോമ്പോസിഷൻ എഴുതാൻ പറ്റും. സോ കോമ്പോസിഷൻ എഴുതിയാൽ ജി സർക്കിൾ എഫ് എന്നൊരു പുതിയ ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും എന്തോ എന്ന് ചോദിച്ചാൽ, എഫിൻ്റെ ഡൊമൈൻ 2, 3, 4, 5 ഇതങ്ങ് പോകും. അതേപോലെ ജിയുടെ കോഡൊമൈൻ ഇതായിരിക്കും പുതിയ ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും. സോ എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈനും കാണും, സെക്കൻഡ് ഫംഗ്ഷൻ്റെ കോഡൊമൈൻ, അതിൽ ലാസ്റ്റ് ഫംഗ്ഷൻ്റെ കോഡൊമൈനും ആയിരിക്കും പുതിയ ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ജി സർക്കിൾ എഫ് 2 കൊടുക്കാം, 3 കൊടുക്കാം, 4, 5 കൊടുത്താൽ കിട്ടുന്നത് എന്തായിരിക്കും? 7, 11, 15. ഇത് ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ആരോ ഡയഗ്രാം യൂസ് ചെയ്ത്, മറ്റേതല്ലാതെ. സോ നോക്കി, ആദ്യത്തെ ഫംഗ്ഷൻ എഫ്. എഫിൽ 2, 3, 4, 5. ഇതോ 3, 4, 5, 9. അടുത്തത് 7, 11, 15. അതായത് എഫ് ഈ 2 ഫംഗ്ഷൻ തമ്മിലാണ്, ജി ഈ 2 ഫംഗ്ഷൻ തമ്മിലാണ്. ഇങ്ങനെയാണ് എക്സിസ്റ്റ് ആവുന്നത്. സോ നോക്കി, ആരോ ഡയഗ്രാം എങ്ങനെ കൊടുക്കുന്നത്? എഫ് 2 കൊടുത്താൽ എന്ത് കിട്ടും? എഫ് 2 കൊടുത്താൽ 3. അതേപോലെ എഫ് 3 കൊടുത്താലോ 4. എഫ് 4 കൊടുത്താൽ 5. എഫ് 5 കൊടുത്താൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. എഫ് 4 കൊടുത്താൽ 5ഉം എഫ് 5 കൊടുത്താൽ 9 എഴുതാം. കിട്ടുന്നുണ്ട്. സോ നോക്കി, അപ്പോൾ എഫ് 5 കൊടുക്കുമ്പോൾ എന്ത് വരും? സോ ആദ്യത്തെ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തത് ജിയിൽ 3 കൊടുത്താൽ 7, ജി 4 കൊടുത്താൽ 7, 5 കൊടുത്താൽ 11, 9 കൊടുത്താലും. സോ ഇപ്പോൾ കോമ്പോസിഷൻ എടുക്കാം. എന്താണ്
ജി സർക്കിൾ എഫ് ഓഫ് ജി സർക്കിൾ എഫ് ആദ്യം കൊടുക്കുന്നത് എന്താണ് 2. ഓക്കെ, 2 കൊടുത്തപ്പോൾ 3 കിട്ടി, 3യിൽ നിന്നും 7. സോ ആൻസർ എത്ര? അപ്പോൾ അങ്ങനെ എഴുതും ജി സർക്കിൾ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു, ആരോ ഡയഗ്രാം വെച്ച് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം? ജി സർക്കിൾ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് 7. ജി സർക്കിൾ എഫ് ഓഫ് 3 ആണെങ്കിലോ 3 കൊടുത്തപ്പോൾ 4 കിട്ടി, 4ൽ നിന്നും 7. സോ അതും അങ്ങനെ. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഓഫ് 4 കൊടുത്താൽ 5, 11. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഓഫ് 5 കൊടുത്താൽ അതും 11. നെക്സ്റ്റ് ഇതിനെ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം, അങ്ങനെ ചെയ്യാമോ? ജി സർക്കിൾ എഫ് ഓഫ് 2 അതിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് ആദ്യം ഫോർമുല അനുസരിച്ച് നമ്മുടെ ഫോർമുല എന്താണ്? ജി സർക്കിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി സർക്കിൾ എഫ് ഓഫ് 2 എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് 2. ഓക്കെ, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 3. അപ്പൊ എന്ത് വരും? ജി ഓഫ് 3 അല്ലേ? ജി ഓഫ് 3 എന്ന് പറഞ്ഞാലോ 7. സോ നോക്കിയേ, ജി സർക്കിൾ എഫ് ഓഫ് 2 എന്താണ്? 7. ഇവിടെ ജി സർക്കിൾ എഫ് ഓഫ് 2 ആരോ ഡയഗ്രാം വെച്ച് എന്ത് കിട്ടി? 7. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഓഫ് അടുത്ത ഏതാ കൊടുക്കാൻ പറ്റുന്നത്? 3. ഫോർമുല അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് 3 ഇല്ലയോ? എഫ് ഓഫ് 3 എന്തുവാണ്? 4. അപ്പൊ എന്തോരും? ജി ഓഫ് 4. ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ 7. ജി സർക്കിൾ എഫ് ഓഫ് 3 കൊടുത്താൽ എന്ത് കിട്ടി? ആൻസർ 7. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഓഫ് നെക്സ്റ്റ് ഏതാ കൊടുക്കാം? 2, 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് 4. അപ്പൊ എന്തോ? ജി ഓഫ് എഫ് ഓഫ് 4. അപ്പം എഫിൽ 4 കൊടുത്താൽ 5 കിട്ടും. അപ്പൊ ജി ഓഫ് 5 എന്താണ്? 11. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഓഫ് 5 കാരണം ജി സർക്കിൾ എഫ് 2, 3, 4, 5 4 കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് 5. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എത്ര? 9. അപ്പോൾ ജി ഓഫ് 9 സോ ആൻസർ ജി സർക്കിൾ എഫ് എന്ന ഫംഗ്ഷന്റെ 2 കൊടുത്തപ്പോൾ ഓർഡർഡ് പേരായിട്ട് എഴുതുകയാണെങ്കിൽ 2 കൊടുത്തപ്പോൾ 7 കിട്ടി, 3 കൊടുത്തപ്പോൾ 7 കിട്ടി, 4 കൊടുത്തപ്പോൾ 11, അതേപോലെ 5 കൊടുത്തപ്പോൾ 11. ഇതാണ് ഉത്തരം. ജി സർക്കിൾ എഫ് 2 പ്രീ ഇമേജ് ആണെങ്കിൽ 7 ആയിരിക്കും ഇമേജ്, 2 പ്രീ ഇമേജ് 7 ആണെങ്കിൽ ഇമേജ്, 3 പ്രീ ഇമേജ് ആണെങ്കിൽ 7 ആയിരിക്കും ഇമേജ്, 4 പ്രീ ഇമേജ് ആണെങ്കിൽ 11 ആയിരിക്കും ഇമേജ്, 5 പ്രീ ഇമേജ് ആണെങ്കിൽ 11 ആയിരിക്കും ഇമേജ്. സോ ഇതാണ് ജി സർക്കിൾ എഫ്. സോ ഇതാണ് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോ ഫംഗ്ഷനിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെയും പ്രീ ഇമേജ് ഇമേജ് എന്തോന്ന് മനസ്സിലാക്കി ചെയ്യും. ഇത് 2 മെത്തേഡ്. വേറൊരു മെത്തേഡ് ഞാൻ ഇതേ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാമോ നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ജിയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് എഫ് അല്ലേ, എഫിൻ്റെ പ്രീ ഇമേജും ഇമേജും എന്താണ്? ഇത് മൂന്നാമത്തെ രീതിയാണ്. ഞാനിപ്പോൾ നമ്മൾ 2 രീതി, ഒന്ന് ആരോ ഡയഗ്രാമിൽ ചെയ്തു, അല്ലാതെ ഫോർമുല വെച്ച് ചെയ്തു. ഇപ്പം ഞാൻ ഇമേജും പ്രീ ഇമേജും മാത്രം എടുത്തുകൊണ്ട് ഓർഡർഡ് പേരിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എഫിൻ്റെ ഓർഡർഡ് പേര് ഒന്ന് പറയാം. 2 പ്രീ ഇമേജ് ആണെങ്കിൽ 3 ഇമേജ്, അതേപോലെ 3 പ്രീ ഇമേജ് ആണെങ്കിൽ 4 ഇമേജ്, 4 പ്രീ ഇമേജ് ആണെങ്കിൽ 5 ഇമേജ്, 5 പ്രീ ഇമേജ് ആണെങ്കിൽ 9 ഇമേജ്. ഇത് മൂന്നാമത്തെ രീതിയിലാണ്. നമുക്ക് 2-3 രീതിയിൽ ചെയ്ത് ഇത് മൂന്നാമത്തെ മെത്തേഡ്. അതേപോലെ ജിക്ക് നോക്കി, ജിക്ക് 3 പ്രീ ഇമേജ് ആണെങ്കിൽ 7 ഇമേജ്, 4 പ്രീ ഇമേജ് ആണെങ്കിൽ 7 ഇമേജ്, 5 പ്രീ ഇമേജ് ആണെങ്കിൽ 11 ഇമേജ്, 9 പ്രീ ഇമേജ് ആണെങ്കിൽ 11 ഇമേജ്. ഇത് വെച്ച് നമുക്ക് ജി സർക്കിൾ എഫ് എങ്ങനെ പറയാം എന്ന് നോക്കാം. സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് പറയാം. സോ ഫസ്റ്റ് ജി സർക്കിൾ എഫ് കൊടുക്കാൻ പറ്റുന്ന 2 അല്ലയോ? അപ്പോൾ എഫ് 2 കൊടുത്താൽ 3 കിട്ടും അല്ലേ? അതല്ലേ മീനിങ്.
പ്രീ ഇമേജ് 2 ഇമേജ് 3 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലോട്ട് 2 കൊടുത്തപ്പോൾ 3 കിട്ടി. സോ 2 കൊടുത്താൽ 3 കിട്ടി. 3 കൊടുത്താലോ 7. അപ്പോൾ എന്തുമായിരിക്കും ആൻസർ? 2,7. 2 കൊടുത്തപ്പോൾ 3. 2 പ്രീ ഇമേജ് ആണെങ്കിൽ 3 ഇമേജ് ആയിരിക്കും. ഇവിടെ പിന്നെ ജിയിലോട്ടല്ലേ പോകുന്നത്. ജിയിൽ 3 പ്രീ ഇമേജ് ആണെങ്കിലോ 7 ആയിരിക്കും ഇമേജ്. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും കിട്ടുന്നത് 2,7. അതേപോലെ നെക്സ്റ്റ് നോക്കി 3 അല്ലേ കൊടുക്കണം. അപ്പോൾ 3 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. ഇവിടെ 4 കൊടുക്കും കണ്ടിന്യൂഷൻ. 4 കൊടുത്തപ്പോഴോ 7. അപ്പോൾ ഇത് രണ്ടും എഴുതിയാൽ മതി 3,7. നെക്സ്റ്റ് നോക്കി, അതായത് പ്രീ ഇമേജ് കറക്റ്റായിട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. എഫ് എന്ന ഫംഗ്ഷനിൽ 4 പ്രീ ഇമേജ് ആണ്, 5 ഇമേജ്. അടുത്ത ഫംഗ്ഷനിൽ 5 ഇമേജ് പ്രീ ഇമേജ് ആയി മാറും. അപ്പോൾ 11 ഇമേജ്. അപ്പോൾ 4ഉം 11. നെക്സ്റ്റ് 5 കൊടുക്കുക. 5 പ്രീ ഇമേജ് ആണെങ്കിൽ 9 ആയിരിക്കും അതിനകത്ത് ഇമേജ്. ഈ ഇമേജ് ഇതിനകത്ത് പ്രീ ഇമേജ് ആയി മാറും. അപ്പോൾ 9 കൊടുത്തപ്പോഴോ 11. അപ്പോൾ ഇത് രണ്ടും എഴുതുന്നത് 5, ഇതാണ് സെയിം മുമ്പ് എഴുതിയ അതേ ആൻസർ. ഇവിടെ എഴുതിയ ആൻസർ തന്നെ വരുന്നു. സോ ഇത് മൂന്നാമത്തെ ഏരിയ. നമ്മൾ ഫസ്റ്റ് ആരോ ഡയഗ്രാം വെച്ച് ചെയ്തു, സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തു, മൂന്നാമതായിട്ട് പ്രീ ഇമേജും ഇമേജും ഓർഡർഡ് പെയർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പ്രോബ്ലംസ് ചെയ്യുന്ന രീതി. നെക്സ്റ്റ് ഇതിനകത്ത് കോമ്പോസിഷനകത്ത് വേറെ ഒരെണ്ണം നമുക്ക് 2 ഫംഗ്ഷൻ തരും. എഫ് എന്ന ഫംഗ്ഷൻ തരും, ജി എന്ന ഫംഗ്ഷൻ തരും, അതായത് പ്രവർത്തി തരും. ഇവിടെ നമുക്ക് പ്രീ ഇമേജ് തന്നേക്കുന്നത്, അതായത് കൊടുത്തത് എന്തോന്ന് കിട്ടിയത് എന്തോന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന മോഡലിൽ ഫംഗ്ഷൻസിന്റെ പ്രവൃത്തി ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് വെച്ച് ജി സർക്കിൾ എഫിന്റെ പ്രവൃത്തി എന്തോ ആയിരിക്കും, എഫിന്റെ ഫംഗ്ഷൻ എന്തോ എന്ന് പറയും, ജിയുടെ ഫംഗ്ഷൻ എന്തോ എന്ന് പറയും. എന്നിട്ട് ജി സർക്കിൾ എഫിന്റെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ആവുകയാണെങ്കിൽ അതിന്റെ പ്രവൃത്തി എന്തോ ആയിരിക്കും, അതിന്റെ ഫംഗ്ഷൻ എന്തോ ആയിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. F from R to R എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ആയിരിക്കുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ, ആൻഡ് G ഫ്രം R to R, ജിയും ഡിഫൈൻ ആയിരിക്കുന്ന റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. ഡിഫൈൻഡ് ബൈ f of x is equal to x square and g of x is equal to x plus 1. Find f circle G സോ ചോദ്യം കറക്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ, സെക്കൻഡ് ഫംഗ്ഷൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. സോ ഇതിൻ്റെ അർത്ഥം കോമ്പോസിഷൻ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നോക്കാം. എഫ് സർക്കിൾ ജി എഴുതാൻ പറ്റുമോ നോക്കാം. എഫ് സർക്കിൾ ജി എന്തുവാണ്? ആദ്യത്തെ ഫംഗ്ഷന്റെ കോഡൊമൈൻ, ആദ്യത്തെ ഫംഗ്ഷന്റെ കോഡൊമൈൻ, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ സെയിം ആണല്ലോ, സെയിം ആയതുകൊണ്ട് കോമ്പോസിഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന അങ്ങ് എഴുതിയാൽ മതി. എന്തുവാണ് ഇതിന്റെ ഡൊമൈൻ? റിയൽ നമ്പർ ടു റിയൽ നമ്പർ, അതായത് ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈനും ഇവിടെ എഴുതണം, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ സെയിം ആവുന്നത് എലിമിനേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈനും രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈനും എഴുതും. ജി സർക്കിൾ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കി. സെയിം അതേപോലെ എങ്ങനെയാണ് ഡിഫൈൻ ആവണമെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ കോഡൊമൈൻ ഏതായിട്ടാണ്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ, ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാം, ബാക്കി എഴുതിയാൽ മതിയല്ലോ. എങ്ങനെ എഴുതുന്നത്? ഇതിന്റെ ഡൊമൈൻ ഏതാണ്? സോ നമ്മൾ ഫംഗ്ഷൻ എഴുതണമെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ കോഡൊമൈനും സെക്കൻഡ് ഫംഗ്ഷന്റെ ഡൊമൈനും സെയിം ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. എഴുതാൻ പറ്റുമെങ്കിൽ അതിന്റെ ഡൊമൈനും കോഡൊമൈനും എങ്ങനെ ഡിഫൈൻ ആവുമെന്ന് വെച്ചാൽ ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിരിക്കും ഇതിന്റെയും ഡൊമൈൻ, രണ്ടാമത്തെ ഫംഗ്ഷന്റെ കോഡൊമൈൻ ആയിരിക്കും ഇതിന്റെ കോഡൊമൈൻ. സോ ഡിഫൈൻ ആവും, അതിങ്ങനെ ആയിരിക്കും ഡിഫൈൻ ആവും. ഇപ്പം നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷന്റെ പ്രവൃത്തി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഈസി ആയിട്ട് കോമ്പോസിഷൻ എഴുതാൻ എളുപ്പമായിരിക്കും. കോമ്പോസിഷൻ രണ്ട് ഫംഗ്ഷനും കൂടെ ചേർത്തൊരു പുതിയ ഫംഗ്ഷൻ
എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം അതെങ്ങനെയാണ് എഴുതുന്നത്? സോ ആദ്യത്തെ എഫിൻ്റെ പ്രവൃത്തി എന്തുവാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്ത് കൊടുത്താലും അത് സ്ക്വയർ ചെയ്യും. അതാണ് അതിൻ്റെ പ്രവൃത്തി. 2 കൊടുത്താൽ 2 സ്ക്വയർ തരും, 3 കൊടുത്താൽ 3 സ്ക്വയർ, 4 കൊടുത്താൽ 4 സ്ക്വയർ, എക്സ് കൊടുത്താൽ എക്സ് സ്ക്വയർ, വൈ കൊടുത്താൽ വൈ സ്ക്വയർ, x+1 കൊടുത്താലോ x+1 ഹോൾ സ്ക്വയർ. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതിന് അത് സ്ക്വയർ ചെയ്ത് തരും. അതാണ് അതിൻ്റെ പ്രവൃത്തി. ജി സർക്കിൾ എക്സ്, ജി ഓഫ് എക്സിൻ്റെയോ, അതായത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി എന്ന ഫംഗ്ഷൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കൊടുത്താലും അതിൻ്റെ കൂടെ അത് എന്ത് ചെയ്യും? 1 ആഡ് ചെയ്യും. ഒന്ന് ആഡ് ചെയ്ത് തരും. സോ ജിയിൽ നിങ്ങൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2+1 3, അതായിരിക്കും നമുക്ക് തരുന്ന റിസൾട്ട്. 3 കൊടുത്താലോ 3+1 4 ആയിട്ട് തരും. 5 കൊടുത്താൽ 6 കിട്ടും, 6 കൊടുത്താൽ 7 കിട്ടും, 10 കൊടുത്താൽ 11 കിട്ടും. എ കൊടുത്താലോ a+1 കിട്ടും, z കൊടുത്താൽ z+1 കിട്ടും, x² കൊടുത്താൽ x²+1. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് എന്തും ആയിക്കോട്ടെ, എന്ത് കൊടുത്താലും അതിനെ എന്ത് ചെയ്യും? +1 ആഡ് ചെയ്യും. ഇതാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എഫിൻ്റെ പ്രവൃത്തി എന്തോന്നെന്ന് പറഞ്ഞേ, നമ്മൾ എന്ത് കൊടുത്താലും സ്ക്വയർ ചെയ്യും. ജിയുടെ പ്രവൃത്തിയോ, ഞാൻ എന്ത് കൊടുത്താലും അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ശരി, ഇപ്പം ഞാൻ കോമ്പോസിഷൻ എന്ന പുതിയ ഫംഗ്ഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സോ ഇതെന്തുവാണ്? എഫ് സർക്കിൾ ജി. ഇതിൻ്റെ പ്രവൃത്തി എന്തോന്ന് ഞാൻ പറയാം. അപ്പോൾ എഫ് സർക്കിൾ ജി ഓഫ് എക്സിൻ്റെ പ്രവൃത്തി എന്തുമായിരിക്കും? അതായത് എഫ് സർക്കിൾ ജിയിൽ ജനറലായിട്ട് എക്സ് കൊടുത്താൽ എന്ത് കിട്ടും അതായിരിക്കും നമ്മൾ എഴുതുന്നത്. കാരണം നോക്കി, എഫ് ഇ ജനറലി എക്സ് കൊടുത്താൽ എന്ത് വരും? ജി ജനറലി എക്സ് കൊടുത്താൽ എന്ത് കിട്ടും? അപ്പോൾ എഫ് സർക്കിൾ ജി എന്ന പുതിയ ഫംഗ്ഷൻ ജനറലി എക്സ് കൊടുത്താൽ എന്ത് കിട്ടും? എന്തായിരിക്കും കിട്ടുന്നത്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ നോക്കണ്ട. ജി എന്ന ഫംഗ്ഷന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും +1 ആഡ് ചെയ്യും. ഇവിടെ ഞാൻ എന്തോ കൊടുത്തത്? എക്സ്. അപ്പൊ എന്ത് ആഡ് ചെയ്യും? x+1. ഇതല്ലേ എനിക്ക് കിട്ടുന്ന ജിയില്. നെക്സ്റ്റ് എഫിന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും അത് സ്ക്വയർ ആണ്. ഇവിടെ എന്തോ കൊടുത്തത്? x+1. അപ്പൊ അതിനെ സ്ക്വയർ ആക്കണ്ടേ? അപ്പൊ എന്തായിരിക്കും? x+1 ഹോൾ സ്ക്വയർ. സോ ഇപ്പൊ മനസ്സിലായോ? എഫ് സർക്കിൾ ജി എന്നൊരു പുതിയ ഫംഗ്ഷന്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കൊടുത്താലും അതിന്റെ കൂടെ 1 ആഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ ചെയ്തോളൂ. നിങ്ങൾ എക്സ് കൊടുത്തു, എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്തു, അതിന്റെ സ്ക്വയർ. അതായത് 2 കൊടുത്താൽ, എക്സാമ്പിൾ എഫ് സർക്കിൾ ജിയിൽ 2 കൊടുത്താൽ അത് എന്ത് ചെയ്യും? 2+1 ഹോൾ സ്ക്വയർ, അതായത് 9. എഫ് സർക്കിൾ ജിയിൽ 3 കൊടുത്താൽ എന്ത് ചെയ്യും? 3+1 16. ഇതാണ് അതിന്റെ പ്രവൃത്തി. സോ എഫിന്റെ പ്രവൃത്തി തന്നു, ജിയുടെ പ്രവൃത്തി തന്നിട്ട് എഫ് സർക്കിൾ ജിയുടെ പ്രവൃത്തി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നെക്സ്റ്റ് ജി സർക്കിൾ എഫിന്റെ പ്രവൃത്തി എന്താന്ന് നോക്കാം. പ്രവൃത്തി നമ്മൾ ജനറൽ ആയിട്ട് പറയും ജി സർക്കിൾ എഫ് ഓഫ് എക്സ്. അപ്പൊ ഫോർമുല എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്ക് ഓർമ്മയുണ്ട്. എഫിന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും അത് സ്ക്വയർ ചെയ്യും. ഇവിടെ എഫിൽ എന്തോ കൊടുത്തത് നിങ്ങൾ? എക്സ്. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്യണ്ടേ? സോ ജി ഓഫ് എക്സ് കൊടുത്തു, സ്ക്വയർ ചെയ്യും. ജിയുടെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ആ ഫംഗ്ഷന്റെ അതാണ്. സോ ജിയിൽ ഞാൻ എന്തോ കൊടുത്തത്? ഇപ്പം എക്സ് ആണോ? അല്ല, x². x² ആകുമ്പോൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. സോ ജി സർക്കിൾ എഫ് എന്ന പുതിയ ഫംഗ്ഷന്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് കൊടുക്കുന്നോ അതിനെ സ്ക്വയർ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യും. ഈ രണ്ടിനും ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ എന്തോ ചെയ്തത്? 1 ആഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ ചെയ്യും. ഇവിടെ സ്ക്വയർ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യും. സോ ഫംഗ്ഷൻ മുമ്പിലും പുറയിലും ആയപ്പോഴത്തേക്ക് അതിന്റെ പ്രവൃത്തി മാറിപ്പോയി. എഫ് സർക്കിൾ ജിയുടെ പ്രവൃത്തിയാണോ അതിന്റെ ഫംഗ്ഷൻ ആണോ ജി സർക്കിൾ എഫിന്റെ ഫംഗ്ഷൻ? അല്ല. എഫ് സർക്കിൾ ജിയുടെ ഫംഗ്ഷൻ എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും 1 ആഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ ചെയ്യും. ജി സർക്കിൾ എഫിന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും സ്ക്വയർ ചെയ്തതിന് ശേഷം 1 ആഡ്. അതായത് എക്സാമ്പിൾ നോക്കിയാൽ ജി സർക്കിൾ എഫില് 2 കൊടുത്താൽ എന്ത് ചെയ്യും? 2² + 1. രണ്ടും സെയിം ആണോ? അല്ല. നെക്സ്റ്റ് ജി സർക്കിൾ എഫ് 3 കൊടുത്താൽ ഇത് മനസ്സിലാവാൻ വേണ്ട. 3² + 1, അതായത് ഇത് എപ്പോഴും ഈക്വൽ ആവത്തില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ ആവാതില്ല. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒരു കൺക്ലൂഷൻ എത്താൻ പാടുള്ളൂ. സോ ഇതാണ് കോമ്പോസിഷനിലെ രണ്ടാമത്തെ മോഡൽ. ഫസ്റ്റ് മോഡലിൽ നമുക്ക് പ്രീ ഇമേജും ഇമേജും തരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു പഠിച്ചു. ഈ മോഡൽ എന്തോ പഠിച്ചത്? 2 ഫംഗ്ഷൻ തരുമ്പോൾ
കോമ്പോസിഷൻ്റെ പുതിയ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്തു. എഫ് എന്ന ഫംഗ്ഷൻ തന്നു, ജി എന്ന ഫംഗ്ഷൻ തരുമ്പോൾ നിങ്ങൾ പുതിയൊരു ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്തു. ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ 2 പോയിന്റ്സ്, ആദ്യം ഡൊമൈനും കോഡൊമൈനും ഏതാണെന്ന് എഴുതി, 2 അതിൻ്റെ പ്രവൃത്തി എന്തോന്ന് കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ചു. ജി സർക്കിൾ എഫ് എന്നൊരു പുതിയ ഫംഗ്ഷൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡൊമൈനും കോഡൊമൈനും. കാരണം ഡൊമൈൻ എന്തുവാണ്, കോഡൊമൈൻ എന്താണ് ഫസ്റ്റ് ഡിഫൈൻ ആവണം, അതിന് ശേഷമേ അതിൻ്റെ പ്രവൃത്തി ഡിഫൈൻ ആവും. സോ ജി സർക്കിൾ എഫിൻ്റെ ഡൊമൈൻ എന്തോ കോഡൊമൈൻ എന്തോ എന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് പിന്നെ ജി എഫിൻ്റെ ഫംഗ്ഷനും ജിയുടെ ഫംഗ്ഷനും വെച്ച് ജി സർക്കിൾ എഫിൻ്റെ ഫംഗ്ഷൻ ഞാൻ കണ്ടുപിടിച്ചു. സോ ഇതാണ്, ഇതേ മോഡൽ നമുക്കൊരു കണക്കൂടെ ചെയ്യാം. സോ എന്തായിരുന്നു ചോദ്യം? ഇഫ് എഫ് ഫ്രം ആർ ടു ആർ ആൻഡ് ജി ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സിന്റെ പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും സ്ക്വയർ ചെയ്തിട്ട് 3 ടൈംസ് ഇൻറ്റു 3 ചെയ്യും. എഫിന്റെ പ്രവൃത്തി എന്തുവാണ്? എന്ത് കൊടുത്താലും അതിന് കോസ് വാല്യൂ കണ്ടുപിടിക്കും. സോ ഈ ആ ഫംഗ്ഷന്റെ വർക്ക് എന്തുവാണ്, ആ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ജിയുടെ പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും അത് സ്ക്വയർ ചെയ്യും ഫസ്റ്റ്, എന്നിട്ട് ഇൻറ്റു 3. എഫിന്റെ പ്രവൃത്തിയോ ഞാൻ എന്ത് കൊടുത്താലും കോസ് അപ്ലൈ ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ എഫ് സർക്കിൾ ജി ഈസ് നോട്ട് ഈക്വൽ ടു ജി സർക്കിൾ എഫ് എന്ന് സൂചിക്കണം. അത് ഈക്വൽ ആണോ അല്ലയോ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഈ രണ്ടിൻ്റെയും പ്രവൃത്തി എന്തോന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ മുമ്പേ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. ആദ്യം ആ കോമ്പോസിഷൻ, ആ 2 ഫംഗ്ഷൻ കൂടെ ചേർത്ത് എഴുതിയ പുതിയ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തുവാണ്, കോഡൊമൈൻ എന്തുവാന്ന് നോക്കാം. ആദ്യം എഫ് സർക്കിൾ ജി, അതേപോലെ ജി സർക്കിൾ എഫ്. ഇതേതായാലും ഡൊമൈനും കോഡൊമൈനും. ഇതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ജി. ആദ്യം കോമ്പോസിഷൻ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. എങ്ങനെയാണ് കോമ്പോസിഷൻ എഴുതാൻ പറ്റുമോ നോക്കുന്നത്? ഫസ്റ്റ് ഫംഗ്ഷന്റെ കോഡൊമൈനും സെക്കൻഡ് ഫംഗ്ഷന്റെ ഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് ഫംഗ്ഷന്റെ കോഡൊമൈനും സെക്കൻഡ് ഫംഗ്ഷന്റെ ഡൊമൈനും ഈക്വൽ ആണ്. ഈക്വൽ അല്ലയോ? ഇപ്പൊ കോമ്പോസിഷൻ എഴുതാം. എങ്ങനെ എഴുതും? ബാക്കിയുള്ളത് ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ ഏതാ? ആർ. അതിവിടെ എഴുതണം. അതായിരിക്കും ഇതിന്റെ ഡൊമൈൻ. രണ്ടാമത്തെ ഫംഗ്ഷന്റെ കോഡൊമൈൻ ഏതാണ്? ഇനി നമുക്ക് പ്രവർത്തിയിലോട്ട് പോകാം. എഫ് സർക്കിൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജിയുടെ പ്രവൃത്തി എനിക്കറിയാം. എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും അത് സ്ക്വയർ ചെയ്തതിനു ശേഷം ഇൻറ്റു 3 ചെയ്യും. എക്സാ കൊടുത്തത്, സ്ക്വയർ ചെയ്തതിനു ശേഷം ഇൻറ്റു 3. ഇതാണ് എൻ്റെ പ്രവൃത്തി. എഫിന്റെ പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും കോസ് അപ്ലൈ ചെയ്യും. ഇവിടെ ഞാൻ കൊടുത്തത് എന്തുവാ? 3x². അപ്പൊ അതിന് കോസ് അപ്ലൈ ചെയ്യും. കോസ് നെക്സ്റ്റ് ജി സർക്കിൾ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എങ്ങനെയാണ്? ആദ്യത്തെ ഫംഗ്ഷൻ എഫ്, എഫിന്റെ കോഡൊമൈൻ, ജിയുടെ ഡൊമൈൻ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിഫൈൻ ചെയ്ത പുതിയ ഫംഗ്ഷൻ വരും. അതിന്റെ കോഡൊമൈൻ ഡൊമൈൻ ഏതാന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ തന്നെയായിരിക്കും ഇതിന്റെയും ഡൊമൈൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഫംഗ്ഷന്റെ കോഡൊമൈൻ ആയിരിക്കും ഇതിന്റെ കോഡൊമൈൻ. പുതിയ ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും ഡിഫൈൻ ആയിരിക്കും. ഇനി അതിന്റെ പ്രവൃത്തി എന്തോന്ന് നോക്കാം. ജി സർക്കിൾ എഫ് ഓഫ് എക്സ്. നമുക്കറിയാം എഫിന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും അതിന് കോസ് അപ്ലൈ ചെയ്യും. ഇവിടെ ഞാൻ കൊടുത്ത എന്താണ് ഫോർമുല എഴുതാം. ജി ഓഫ് എഫ് ഓഫ് എക്സ്.
ഞാൻ എക്സ് ആണ് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്താണ്? കോസ് അപ്ലൈ ചെയ്യും, അപ്പോൾ കോസ് എക്സ്. ജിയുടെ പ്രവൃത്തി എന്താണ്? ഞാൻ എന്ത് കൊടുത്താലും സ്ക്വയർ ചെയ്തിട്ട് ഇൻറ്റു 3. ഇവിടെ കൊടുത്ത എന്തുവാണ്? കോസ് എക്സ്. അപ്പം സ്ക്വയർ ചെയ്യും, കോസ് സ്ക്വയർ എക്സ് അല്ലയോ, ഇൻറ്റു ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പം എന്ത് പറയാം? എഫ് സർക്കിൾ ജി ഈസ് നോട്ട് ഈക്വൽ ടു ജി സർക്കിൾ എഫ്. സോ ഇതാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പ്രോബ്ലംസ്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ റിലേഷൻ, ഫസ്റ്റ് 2 ക്ലാസ്സസ് റിലേഷൻ എന്തോന്ന് പഠിച്ചു, അതിനകത്ത് ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചു. നെക്സ്റ്റ് 2 ക്ലാസ്സസ് ഫങ്ഷൻ എന്തോന്ന് പഠിച്ചു, അതിൻ്റെ ടൈപ്സ് പഠിച്ചു. ഇപ്പം 5ഉം 6ഉം ക്ലാസ്സുകളിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്തോന്ന് പഠിച്ചു, അതിൻ്റെ 2 ടൈപ്പ് മോഡൽസും പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാം കണ്ടിന്യൂഷനായ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻവേഴ്സ് എന്ന ടോപ്പിക്കും അതിൻ്റെ തുടർന്ന് ക്ലാസ്സുകളിൽ നോക്കാം.